പിന്നെ വീഡിയോസ് എല്ലാം ഇട്ടോ ഞാൻ റിയാക്ട് ചെയ്തോളാം. ഓക്കേ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. നിന്റെ ക്ലിപ്പ് അത് റിയാക്ട് ചെയ്തിട്ട് പോയാൽ മതി. ഫോട്ടോ അല്ലേ ഇതല്ല മോനെ, ഞാൻ വരെ മറന്നുപോയി. നാറി എന്തൊരു പറ്റിപ്പാ നീ. താഴോട്ട് ആ പയമ്പൊരി പോലത്തെ നിന്റെ മുകളില അതെന്താണ് അതിന്റെ അപ്പുറത്ത് എന്താ ഇത് തീട്ടം പോലെ ഉണ്ട്. സത്യം പറയാ ഇതെന്താ തൂറിയതാ, ഇതെന്താടാ മുഖം ഇങ്ങനെ ഒരു ബീൻസ് പോലത്തെ ഒരു മുഖം. നിന്റെ മുടിക്കെന്താ സ്പൈക്കാക്കിയത് ഇത് ആ സമയത്ത് ഇത് ട്രെൻഡാണ്. കാണുമ്പോ എന്തോ എന്റെ മുടി അങ്ങനെ ആവൂ, തേങ്ങ ഷേവ് ചെയ്ത പോലെ ഉണ്ട് ഇത് കാണാൻ. എന്താണിത്? ഒരു തീട്ട ഫിൽറ്റർ ഇട്ടിട്ടല്ലേ അവതാറിനെ പോലെ. ഇത് അവതാറാണ്. അവതാറിൽ ഇതിലും രസമുണ്ട്. അവതാറിൽ ഇതിലും രസമുള്ളതാ കാണാൻ. ഇതെല്ലാം പിന്നെയും കുഴപ്പമില്ല. ഇതെന്താ സംഭവം, ആ ടൈം ഗെയിം കളിക്കുന്ന സമയത്ത്, അതായത് വീടിന്റെ ഉള്ളിൽ ഇരുന്ന് ഗെയിം കളിയാ. അപ്പൊ എന്റെ റേഞ്ച് എനിക്ക് പുറത്ത് കാണിക്കണം. അല്ല ആ സമയത്ത് ഞാൻ ഫുൾ ദേഷ്യം പിടിച്ചുള്ള ഗെയിം കളിയാ, മനസ്സിലായി. അപ്പം ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കടന്റെ അടുത്ത ഫോട്ടോ ഏതോ കളി എന്തോ 60 ഇല്ല 50 ഇല്ലാത്ത എടുത്ത് നോക്ക്. 50 ഇല്ലാത്ത എടുത്തൊരു കളി ഉണ്ടായിരുന്നു. ആ കളി കഴിഞ്ഞാൽ എടുത്ത് എന്നിട്ട് അത് നല്ല ഫോട്ടോ. ഇതെന്താ? ഞാൻ ഒരു കാര്യം പറയാം. ഞാന് ഉച്ചക്ക് വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ട് ഞാൻ കക്കൂസി പോയിട്ട് ഒരു ഫ്ലഷ് അടിഞ്ഞിട്ടില്ല. ഫ്ലഷ് എന്തോ കംപ്ലൈന്റ് ആയി. ഞാൻ ഇങ്ങനെ യാദൃശികമായിട്ട് അതിലേക്കൊന്ന് നോക്കി. അതും ഇതും സെയിമാണ്. അതും ഇതും സെയിമാണ്, ഒരു വ്യത്യാസമില്ല. അതന്നെയാണ് ഇത്. ആരാ ആരാ ഗസ്റ്റോ? വെയിറ്റ് ഇടക്കിടക്കേ ഗസ്റ്റ് വരുന്നടാ. അത് മാറ്റാം, കാണാൻ പറ്റുന്നില്ല. ഒന്ന് മാറ്റി, പെട്ടെന്ന് മാറ്റി പ്ലീസ്. ഇത് നല്ല ഫോട്ടോ, ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല. നല്ല ഫോട്ടോ, നല്ല ഫോട്ടോ. എന്റെ മോൻ എന്റെ പണ്ടത്തെ പബ്ജി കളിക്കുന്ന സെറ്റപ്പ് നോക്കിയാ. ഇതെന്താ സംഭവം വെച്ചാൽ ഇത് ലോകത്താരും ഇങ്ങനെ പബ്ജി കളിക്കുന്നുണ്ടാവില്ല. ഞാൻ ഇതെന്താ ചെയ്താറിയോ, ഹെഡ്സെറ്റും ചാർജറും എനിക്ക് ഒരുമിച്ച് വേണം. കാരണം ചാർജ് തീർന്നു കഴിഞ്ഞാല് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചാർജ് ചെയ്തോണ്ട് ഹെഡ്സെറ്റും ഒത്തി കളിക്കാൻ ഐഫോണിൽ 2 സ്ലോട്ട് ഇല്ലല്ലോ. അപ്പൊ ഒരു കണക്ടർ ഉണ്ട്. ആ കണക്ടർ ഞാൻ എന്ത് ചെയ്തറിയോ, സൂപ്പർ ഗ്ലൂ എടുത്തിട്ട് എന്റെ ഐഫോൺ XR എന്റെ ആദ്യത്തെ ഡിവൈസ്. പണ്ട് ഞാൻ പബ്ജി കളിക്കുമ്പോഴുള്ള എന്റെ സപ്പോർട്ടേഴ്സിന് അറിയാം, എന്റെ XR ആണിത്. ഈ XR-ന്റെ ബാക്കിൽ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചിട്ട് ഞാൻ എന്റെ കണക്ടർ ബാക്കിൽ പെർമനന്റ് ആയിട്ട് ഗ്ലൂ ചെയ്ത് വെച്ച് ഐഫോണിന്റെ ബാക്ക് ഗ്ലാസ്സിൽ. അത് പിന്നെ പറിക്കാൻ കഴിയില്ല, പറിക്കുമ്പോൾ ഗ്ലാസ് അടക്കം പറഞ്ഞു തരും. കാരണം ഞാൻ പുറത്തൊന്നും ഇറങ്ങൂല, ഞാൻ ഫോൺ എടുക്കുകയും ചെയ്യില്ല. എനിക്കറിയാം ഞാൻ പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഇതിനൊന്നും ഫോൺ ആരും കാണൂല, ഞാൻ വീടിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ ഇത് കുഴപ്പമില്ല. എന്നിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഫുൾ ടൈം ഇരുന്ന് കളിക്കണം. ഇതിങ്ങനെ ഒരു ഗ്രിപ്പാണ് എനിക്ക്. എന്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഗ്രിപ്പാണ്. അന്ന് പറ്റ പോലീസ് വന്ന് കൊണ്ടുപോയതാ, സാധനങ്ങൾ മൊത്തം കൊണ്ടുപോയതാ. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആരും എത്ര സാധനങ്ങളല്ലേ അന്നത്തെ ഫസ്റ്റ് തന്നെ സെറ്റപ്പ് മൊത്തം ഇപ്പൊ അവിടെ എവിടെയോ സ്റ്റേഷനിൽ എവിടെയോ പൊടി പിടിച്ച് നടക്കുന്നത്. അത് തിരിച്ചിട്ട് കാര്യമില്ല, അത് ഞാൻ വിട്ടതാണ്. കാരണം വെച്ചാൽ അത് എന്തായാലും നശിച്ചിട്ടുണ്ടോ, പിന്നെ അതിന്റെ ബാക്കിൽ നിന്ന് വിട്ടിട്ട് കാര്യമില്ല. ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്ര വൃത്തിയാണ്. ഇത് ഫിൽറ്ററാണാ, ഇത് സ്നാപ്പിലെ ഫിൽറ്റർ. നീ ടെററാവാൻ നോക്കിയതാ അല്ലേ? സംഭവം ടെററാവാൻ നോക്കിയതാ. നിന്നെ ആരോ എന്തോ ചീത്ത വിളിച്ച്, അതായത് നിന്നെ മൂത്താപ്പയെ ആരോ എന്തോ ചീത്ത വിളിച്ച്. അപ്പൊ നിനക്ക് അവരുടെ അടുത്ത് നീ വായു കൂട്ടി നിന്ന് 2 കൊണ്ട് അപ്പൊ റൂമിൽ വന്നിട്ട് ഒരു ഫിൽറ്റർ ഇട്ടിട്ട് ഇങ്ങനെ പവർ കാണിക്കാന്ന് പറഞ്ഞിട്ട് നീ സ്റ്റോറി ഇട്ട്. ഇതെല്ലാം സംഭവം, ഇതെല്ലാം ഇതെല്ലാം അത്യാവശ്യം നല്ല ഫോട്ടോ, അതൊന്നും കുഴപ്പമില്ല. എന്താണ് ചത്തതാ, മീന് കരക്കടിഞ്ഞ പോലെ. ഇതാണ് ഒന്ന് മാറ്റി വരാം. ഓർമ്മയുണ്ടോ തൊപ്പി? പെട്ടെന്ന് മറന്നുപോയത് നിന്റെ മുഖം എലി ചത്ത പോലത്തെ ഒരു എന്ത് ലോ ആന്ന് നോക്കിയതില്. നീ ഇത്ര സമയം എന്നെ പറഞ്ഞില്ലടാ നാറി. ഇതില് നിന്റെ ലോ നോക്കിയതാ, ഒരു അക്ഷരം ഉണ്ടാണ്ട് നീ അവിടെ പേടിച്ച് ബുദ്ധിങ്ങിട്ട് ലൈവില് വന്നിട്ട് അല്ലാ ലൈവ് കുറെ ആള് കാണുന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ നീ ഇരിക്കും നോക്കിയാ. നീ പറയുന്നത് പോലെ ആരും കേൾക്കുന്നില്ല. അത്രയും പേടിയാണ്. പോടാ മാറി. എന്നിട്ട് നീ എന്നെ ഇപ്പൊ കളിയാക്കുന്നത് കാണാൻ പറ്റുന്നില്ല. പാവാന്നേ
നീ എന്തൊരു സൈലന്റ് ആണ്. അതെന്താ ആ ഫോണൊക്കെ കിട്ടണം, അതിനു വേണ്ടി എന്നെ പറ്റിച്ചല്ലേ ഞാന്. മാറി ഞാൻ ദേഷ്യം കാണിച്ചാ നീ ഞങ്ങൾക്ക് മേടിച്ചോ? ഇല്ല, നിന്റെ അടുത്ത് ഇങ്ങനെ പാമ്പോലെ അന്ന് എന്നെ കൊണ്ട് എന്നെ സോപ്പിട്ടിട്ട് ഇവനൊരു ഐഫോൺ 14 മേടിച്ചെടുത്ത് എന്റെ നിന്ന് കള്ളൻ. ഇപ്പൊ നിൽക്കാനും ഇതില്ലായ ഇത് വേണ്ടാന്നല്ല കുറച്ചു നേരത്തെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞാല് ഓ ആ എനക്ക് അവമാനോ പൊട്ടി പൊട്ടിയുമാണ് എനിക്ക് എന്താണ് 14 ഉറപ്പിച്ചോ? ശരിക്കും ആലോചിച്ചോ? കാണട്ടാ നിന്റെ ഡെലിവറിയുമായി 6th നമ്പർ ഇന്നെത്രയാ? 4 ആദ്യം കിട്ടും, നാളെ കിട്ടും. ഓ സന്തോഷമില്ലാത്ത പോലെ നിൽക്കുന്നവർക്ക് മുഖം നോക്ക്. അന്ന് ഫോൺ കിട്ടുന്ന അവന് ഉറപ്പായി. എന്നിട്ട് ഭയങ്കര നോർമലായിട്ട് നിൽക്കുന്നു, ഉള്ളിൽ തുള്ളി ചാടുന്നിട്ട് നാറി. അത് പുറത്ത് കാണിച്ചാ നീ മേടിച്ചോ? അടുത്ത് വന്നിരിക്കണല്ലേ എനിക്ക്. അന്ന് എന്റെ പൈസ ഇല്ലടാ നാറി. എന്നിട്ട് ഞാൻ ദരിദ്രവാസിയാക്കി. അന്ന് എന്റെ അക്കൗണ്ടിൽ പൈസ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയ സമയം ഞാൻ 40 മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാ എന്റെ സ്നേഹം നീ മനസ്സിലാക്കണം. നാളത്തെ ലൈവില് തമ്മിൽ അടിക്കാം. മേഹറിന്റെ പഴയതാ. കുഴപ്പമൊന്നുമില്ല അത്ര കുഴപ്പമൊന്നുമില്ല അല്ലേ? പണ്ടത്തെ ടിക്ടോക്കരാ എടാ എല്ലാം കുത്തിപ്പൊക്കടാ. പഴയത് മേറിന്റെ എല്ലാം പഴയതും കുത്തിപ്പൊക്കിട്ട് ഇവിടെ കൊണ്ടിടറാ. നമുക്ക് ഉള്ളും ഇരുന്ന് താറ്റ. നമുക്ക് മേറിന്റെ പഴയതെല്ലാം കുത്തിപ്പൊക്കിയിട്ട് ഇവിടെ ഡിസ്കോളിൽ വന്ന് കൊണ്ടിടട്ടെ. ഞാൻ റിയാക്ട് ചെയ്യാം. എല്ലാരും ഒരുമിച്ച് ഇരുന്ന് കാണും. കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ എങ്ങോട്ടെങ്കിലും പോണം, നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അതെന്ത് 999 -999 പറയുന്നത്? നിന്റെ ഓറ നഷ്ടപ്പെട്ട്, ജനറേഷനിലെ ഓറ നഷ്ടപ്പെട്ട്. നീ മറ്റേ യൂണിവേഴ്സിറ്റി അറിയാം മുത്തേ കാര്യം പറയാലോ. ഷമീർ ലൈവ് നോക്കി അടാ ഇതെന്ത് കമന്റ്സ്? ഞാൻ ശ്രദ്ധിച്ചത് കമന്റ്സ് മൊത്തം ഷമീർ ലൈവ് നോക്കി. ഷമീർ രസികൻ തന്നെ, ഷമീർ കോറ് ആ കഴപ്പൻ ഷമീർ. ആ ഇതാണ് ഉള്ള കറക്റ്റ് ഉള്ള കമന്റ് ഇതാ. ആ സത്യം പറയാലോ ആദ്യമൊക്കെ ഷമീറിന് ഇഷ്ടമല്ലായിരുന്നു, ഓവറായിരുന്നു. ഇപ്പൊ ആൾ സെറ്റായി. ഉള്ളില് പുളകെടുക്കുന്നോളെ, ഉള്ളില് പുളകം കൊള്ളുന്നുണ്ട്, ഉള്ളില് കൊള്ളുന്നുണ്ട് പുളകം. ഇല്ല അങ്ങനെ ഞാൻ ഇത് വായിക്കാനൊന്നുമില്ല കമന്റ്സ്. അങ്ങനല്ല, ഇതെല്ലാം ഒരു സന്തോഷം ആൾക്കാർ. സമീർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ഇംപ്രൂവ് അങ്ങനെയാണോ? തൊപ്പി സബ്സ്ക്രൈബ്. ഹൂ യു ലവ് മോസ്റ്റ് എമാസി ഗ്യാങ്? തൊപ്പി, മമ്മു, ഷമീർ, അതേഴ്സ്. മമ്മൂനെ കടത്തി വെട്ടാനുള്ള പരിപാടിയല്ല നീ. എനിക്കങ്ങനെ എന്താണ് ഇതെപ്പോ? ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തൊരു കടപ്പനത്. എടാ പഴംപൊരി മുഖ ഇങ്ങോട്ട് വാടാ. ഇതെന്താടാ ഇത്? ഇങ്ങോട്ട് വാ, ഇതൊന്ന് നോക്കിയാ. ഇങ്ങ് വാ. ഓന്റെ പഴംപൊരി ഇതെന്താണത്? ഇതൊന്ന് കണ്ടോ, ഇതൊന്ന് കാണേ, ഇതൊന്ന് കാണേ. എന്ത് ഇതാ? ഇതാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റാംബോന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നീ എന്തൊരു, അതായത് ആദ്യം വേറെ ആരോ, അതായത് എല്ലാരും മഴവില് സ്പാമയും ഒത്ത
കൺഫേം. സോറി നമ്മളോട് വരെ ഇവരെന്തല്ല എങ്ങനെ വിശ്വസിച്ച് കടന്നുറങ്ങും? ആദ്യം നിന്നെ പോലത്തെ ഒരു നല്ല സാധനത്തിനെ കിട്ടുമോ നോക്കി. ആദ്യം നിന്നെ പോലത്തെ ഒരു നല്ല സാധനത്തിനെ കിട്ടുമോ നോക്കി. അതിന് ശേഷം കിട്ടൂല എന്ന് മനസ്സിലായി ഈ ഭൂകമ്പത്തിന്റെ അടുത്തേക്ക് പോയി. അതാണ് സംഭവം. നല്ലതൊന്നല്ല. ഇവൻ വളർന്നിട്ടും ഉണ്ടാവും. നമ്മള് മോണ്ട മുഖൻ. അപ്പൊ നീ ഞാൻ നല്ല സാധനം നീ പറയുന്നത്? ഇവനെ വെച്ച് നോക്കുമ്പോ ലോകത്ത് എല്ലാവരും നല്ല തന്നെ. എന്നെ മാത്രമല്ല നിന്റെ ഉപ്പയെ വെച്ച് നോക്കിയാലും ലോകത്തുള്ളവരും നല്ലത്. ഉപ്പ കളിക്കല്ല. അപ്പൊ നിനക്ക് നീ ഉള്ളിലുള്ള തുറന്നു പറ. നീ രഹസ്യമായിട്ട് എന്നെ പ്രണയിക്കുന്നുണ്ട്. അപ്പൊ പ്രണയിക്കാനാ പിന്നെ നിന്റെ ആഗ്രഹം എന്താവോ? ഒന്ന് തുറന്നു പറ ജമീറ. എന്താ തുറന്ന് പറയാനല്ലേ ഉള്ളത്, ഈ കൈനെ കൊണ്ടും തരാനുള്ളത്. അതാ മഴവില്ല മൊത്തം ചാറ്റ് മൊത്തം മഴവില്ല വന്നിട്ടുണ്ട്. ഇത് നാളെ തമ്മിലാക്കാം. നാളെ മറ്റന്നാളെ ഓരോന്നായിട്ട് തമ്മിലാക്കാം. തമ്മിൽസ് ഉണ്ടെങ്കിൽ ഇട്ടോട്ടോ. തമ്മില് പുറത്താരോധന അപ്പൊ മജീദും ശുക്കൂറും തന്നെ ആയിരിക്കും. ഒരു 5 പഴംപൊരി കൊണ്ടാ 10 എടുക്കാം. ചൂടാരാ നോക്കി എന്താന്ന് നോക്കിയാ. ഞാനും എന്റെ അപ്പൂപ്പൻ കൂടെ ചെയ്ത വർക്ക് ലൈവിൽ കാണിക്കോ ബ്രോ. റാമ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗ്യാങ് എല്ലാവരും മെമ്പേഴ്സും ഇട്ടിട്ടുണ്ട്. എടാ ഓന്റെ അപ്പൂപ്പനും ഓനും കൂടി ഗൗരവ് 449 rupees സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഓന്റെ അപ്പൂപ്പന്റെ കൂടെ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് ലൈവിൽ കാണിക്കാൻ പറയുന്നുണ്ട്. പാവടാ കാണിക്കും. നിനക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പേര്. ഞാനും എന്റെ അപ്പൂപ്പനും കൂടെ ചെയ്ത വർക്കിൽ പേരൊന്നും പറയുന്നില്ല. ഇത് തന്നെ ആയിരിക്കും പേര്. ഗൗരവ് ഇതാര് പഴംപൊരി നല്ല ചൂടുണ്ട്, പിടിക്കാൻ പറ്റൂല. എന്തല്ല സുഖല്ല. അലൈക്കും അസ്സലാം. നിങ്ങൾ എത്ര പേരുണ്ട്? ഷാജാൻ. എത്ര പേരുണ്ട്? 6 പേര്. എല്ലാരും പഴംപൊരി ഒന്നാ. എന്തല്ല സുഖല്ല. എന്താ പഴംപൊരി ഒന്നാ വന്നതാ. ഇതെന്താ ഗിഫ്റ്റാ? ഓണത്തിനോ? താങ്ക് യു ബ്രോ. ഇതെല്ലാം എന്തെല്ലാം ഇപ്പഴും വിളിക്കട്ടെ. ഗിഫ്റ്റ് ഓണത്തിനുള്ള ഓ മറ്റേ ഇതിനെന്താ പറയാ? കസവും പിടിക്കേ. ഈ പഴംപൊരി തിന്നാൻ വേണ്ടിട്ടാണോ നിങ്ങളെല്ലാം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഈ ത്രിലോകം ഞാൻ പറയുന്നില്ല, തെറി വിളിച്ചോ. ഇവന്റെ കോലം നോക്കി. ഇതെന്താ ഒരു ഗസ്റ്റ് വരുമ്പോ കാണേണ്ട കോല ഇത്? അതല്ല നിന്റെ കോലം എങ്ങനാ? അതെല്ലാം എടുത്ത് മാറ്റി. നിന്റെ വിഗും കൊറേ. ഇതെന്താ മുത്തേ? ഓണം പ്രൊമോഷനോ ബ്രോ? പ്രൊമോഷൻ ചെയ്യുന്നല്ല ഞാൻ. അവിടെ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. മുത്താന്റെ ഉമ്മ സത്യം പ്രൊമോഷൻ ചെയ്യുന്നല്ലേ? ഇത് നിങ്ങൾക്കൊരു ഫ്രീ പ്രൊമോഷൻ ആവും. അത് ആർക്കാരാ? അത് ഇതങ്ങനെ ഇതെന്താ പറയാ? കുർത്തയും കസവും. ഇത് കസവും തന്നെയല്ല പറയാം. കസവും ഉണ്ട്. താങ്ക് യു. പിന്നെന്താ? എല്ലാം തന്നെ കൊറേ. എടാ കൊറേ എണ്ണം ഉണ്ടോ? 2, 3, 4 എല്ലാവർക്കും ഇല്ലേ? 2 കസവ്. വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്, എക്സലും ഉണ്ട്, എല്ലാ സൈസും. ഇതെന്താ സെയിം സാധനം? അപ്പൊ ഇത് പൊളിക്കണ്ടല്ലോ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ? എന്താണ്? ബോസ് ഡ്രസ് കോഡ്സ്. താങ്ക് യു ബ്രോ. താങ്ക് യു. ഒന്ന് എടുത്തു വെച്ചോ. താങ്ക് യു ബ്രോ. ബ്രോന്റെ പേരെന്താ? സഫ്വാൻ. എവിടെ? നിങ്ങളെല്ലാരും മലപ്പുറം? ഇത് നിങ്ങളെ ഷോപ്പാ? ഓൾ ദ ബെസ്റ്റ് ബ്രോ. അപ്പൊ ശരി, കാണാം.
സിയോ എന്തേലും കഴിവുകളുള്ളവരുണ്ടെങ്കിൽ നല്ലൊരു വേദിയാണ്. നല്ല കഴിവ് കാണിക്കാനുള്ള അവിടെ പ്രൊമോഷൻ ഒന്നും ചെയ്യലടാ പൊത്തെ. നമ്മളിവിടെ ഒരു ടാലന്റ് ഷോ നടത്തുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അന്ന് കഴിവുണ്ടെങ്കിൽ നീ കാണിക്കൂ. കഴിവ് ഒരു കഴിവില്ലാത്തതാണ് എന്റെ കൈ. എന്നാലും എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ കാണിച്ചോ. ഇത് നല്ലൊരു വേദിയാണ്. കാരണം 30,000 ആൾക്കാർ കാണുന്നുണ്ട്. 30,000 ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങളെ കഴിവ് തെളിയിക്കാനുള്ള സ്ഥലമാണിത്. എനിബഡി ഗൈസ്, കഴിവുള്ള ആരെങ്കിലും? 6 പേർക്ക് ഒരു കഴിവില്ലാത്തവരാ. അവിടെ ഇത് ശരിയല്ല. ഇവിടെ വന്നിട്ട് നിങ്ങളെ ഷോപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് വെറുങ്ങനെ പോകുന്നത് ശരിയല്ല. അത് മോശം. എന്തെങ്കിലും കാണിക്കണം, എന്തെങ്കിലും കാണിക്കണം. എന്തെങ്കിലും പാട്ട് പാടണം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ ഒരു കഥ പറ, അല്ലെങ്കിൽ എന്താന്ന് വെച്ച് ടാലന്റ് കാണിക്കണം. നമ്മൾ ടാലന്റിനെ സപ്പോർട്ട് ചെയ്യും എപ്പോഴും. അവരെന്ത് ചെയ്യും? അവരോടും ഗൈസ് ഓടിയാ. നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ തെളിയിക്കാനുള്ള വേദിയാണ്. കമോൺ എനിബഡി. ആരെയും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല. അപ്പൊ ഇവര് കൂട്ടായിട്ട് കഴിവില്ലാത്തവരാണ്. അപ്പൊ ആർക്കും കഴിവില്ലാന്ന് പറയുന്നത്. കൂട്ടം ഇൻവേർട്ടേഴ്സാ വന്നത്. RIP സ്പീഡ് ഇതെന്താന്ന് വെച്ചാ ആ മോഡറേറ്റേഴ്സിനെ പെട്ടെന്ന് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്ന് ഇതിന്റെ സത്യാവസ്ഥ അറിയായിരുന്നു. RIP സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പാം ചെയ്യുന്നുണ്ട്. മോഡ്സ് ആരെങ്കിലും ഉള്ള മോഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്യോ? സത്യാവസ്ഥ സ്പീഡിന് എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് പറ്റി അള്ളാഹ് അറിയാവുന്ന. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. സ്പീഡ് മേടിച്ചോ? വെറുതെ RIP എന്ന് പറഞ്ഞ സ്പാം ചെയ്യുന്നതാണ്. സ്പീഡ് ലൈവ് പോലും അല്ല. സ്പീഡിൽ അടിച്ചിട്ട് ഒന്നും വരുന്നില്ല. അപ്പൊ എന്താ വെറുതെ മാനസിക സുഖം. അതാണ് ഇവരുടെ പരിപാടി. ഈ എന്ത് ഒരു പയമ്പരി കൊണ്ടേ അതില് 2 പയമ്പരി നല്ല കോമഡി. ഒരു പയമ്പരി അതില് അതിന്റെ അടുത്ത് ഫണ്ണടിക്കാൻ തുടങ്ങിയതാ. അതില് ഫണ്ണടിക്കാൻ നോക്കാൻ തുടങ്ങിയാലേ. ഒന്നും നോക്കാനൊന്നുമില്ല. ഫേക്ക് RIP സ്പീഡ് എന്നുള്ള ഫേക്കാന്ന് എല്ലാവരും സ്പാം ചെയ്യുന്നുണ്ട്. കുറച്ച് ചാറ്റിന് കുറച്ച് സ്പാം വരാൻ തുടങ്ങി. സത്യാവസ്ഥ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് ചില ആൾക്കാർ വന്നിട്ട് സൗണ്ട് ഇല്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇതേപോലെ അത് ഫേക്കാന്ന് അല്ലെങ്കിൽ സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കൺഫ്യൂഷൻ ആവും. ഞാൻ വെറുതെ കുറെ സമയം അതിന് വേണ്ടിട്ട് കളയും. ഓക്കെ ഇതാരാ എന്താ ഇങ്ങനെ എന്താ വല്ലല്ലോ ഇങ്ങനെ ആക്കിട്ട് വരച്ചിട്ട് എടാ മുത്തേ എന്തായാലും എഫേർട്ട് ഇട്ടല്ല അപ്പൊ ശരി. എന്താ പേരെന്താ പറഞ്ഞ? ഷാജഹാൻ. അപ്പൊ സിയോ കാണാം. ബൈ ബ്രോ. സിയോ. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. അച്ചായൻ, മമ്മു, മാക്ക് ഇത് ഓർമ്മ ഈ സ്ട്രീമല്ല ഓർമ്മ. നിങ്ങൾ നല്ല കണ്ടിട്ടാ ഇവരെല്ലാം ഇപ്പം വന്നാ. ഞാൻ ദുബായിലുണ്ട്. നീ ഇല്ല ആ സമയത്ത് ഇരുന്ന് കണ്ടുകൂടെ? നമ്മളിതൊക്കെ കണ്ടിട്ടല്ലേ മോനെ ഇവിടെ എത്തിയ. പെണ്ണോ? ഇതാരാന്നറിയില്ലേ? നാഗസൈരന്ത്രി. നാഗചേച്ചി. മറ്റേ തെറി വിളിക്കുന്ന ചേച്ചിയില്ലേ? തുപ്പും തൂതി അറിയും ആ സാധനം. അറിയില്ല. നീ നോക്ക്. അല്ല ഇതെന്താ പെട്ടെന്ന് കുര്യാക്കോസ് ഇത്ര സമയം ഇവന് സീരിയലേ ഉണ്ടായില്ല. പെട്ടെന്ന് തലയിട്ടത് അതാരാ. മലനാട്ടിൽ വാട സോങ് റിയാക്ട് ചെയ്താ. മലനാട്ടിൽ വാട. ഒരു മിനിറ്റ്. മലനാട്ടിൽ ചെറു ചിലര് പല നാട്ടിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. തൊപ്പി ഡിസ്കൗണ്ടിൽ ഫാൻ ആർട്സ് തംബ്നെയിൽസ് സെക്ഷൻ ആഡ് ചെയ്യുന്ന. എടാ കുഴപ്പമില്ല. ഫാൻ ആർട്സിൽ ഇതിൽ തന്നെ ആഡ് ചെയ്തോ. ഫാൻ ആർട്സിന്റെ ഇത് നമ്മൾ മാറ്റിയത്. നമ്മളെ എല്ലാം കൂടി ഒരുമിച്ചാക്കിയതാ. റിയാക്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇതിൽ തന്നെ ഇട്ടോ. ഓക്കെ. റിയാക്ഷൻ ക്ലിപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. റിയാക്ഷൻ ക്ലിപ്സ് ആണോ അതോ എന്തായിരുന്നു സെക്ഷന്റെ പേര്? റിയാക്ഷൻ ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷനിൽ തന്നെ എല്ലാം ഇട്ടോ. ഓക്കെ. ഫാൻ ആർട്സ് എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ വേണ്ട. അപ്പൊ എന്തെല്ലോ ആയിപ്പോ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയിപ്പോ. ബ്ലാക്ക് മമ്പ. ഇത് ഞാനാണോ?
വയസ്സ് ഇതായിരിക്കും കേട്ടോ. കാര്യമല്ല 10th മെമ്പർ വൈബിങ് 100%. ഗാങ്ങിലേക്ക് 10th മെമ്പർ എടുക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് മെസ്സേജ് വന്ന്. അപ്പോ എനിക്ക് വരാൻ താല്പര്യമുണ്ട്. ആ സാർ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഇസ്മായിൽ. ഞാൻ കണ്ണൂരിലാണ് വരുന്നത്. ഞാൻ സത്യസന്ധമായി പറയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ കുക്കിന്റെ ആവശ്യമില്ല. വീടൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനും അങ്ങനെയൊക്കെ അറിയാം. പിന്നെ ക്ലീനിങ്ങിന് ആവശ്യമില്ല. വേറെ കഴിവുകൾ ഞാൻ ഉദ്ദേശിച്ച അതേ വൈബാണ്. പിന്നെ വീഡിയോ ഇങ്ങനെ അയക്കുന്ന വെച്ചാൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ ഒരു ഇങ്ങനെല്ലാം അയക്കണ്ടേ കുറച്ച് മാന്യമായ രീതി. അതുകൊണ്ടാണ് ഇത് മമ്മ പണ്ട് ചെയ്ത പോലത്തെ പരിപാടിയാലോ. വൈബിനൊന്നും യാതൊരു കുറവില്ല. വൈബിനൊന്നും യാതൊരു കുറവില്ല എന്നിട്ടോ അത്രയും ലോ ആയിട്ടാണ് പറയുന്നത്. വൈബിനൊന്നും യാതൊരു കുറവുമില്ല. അപ്പൊ ഇങ്ങനെ പറയുന്നത് വേക്കൻസിന്റെ അറിയിക്കാം. അപ്പൊ ഒക്കെ എല്ലാം പറഞ്ഞോ. എന്ത് പറഞ്ഞ പോലെ ആര് പറഞ്ഞോ എന്തോ പറഞ്ഞു. എടാ പാവണ് പോലെ ആഗ്രഹം കൊണ്ട് കഴിക്കുന്നത്. പാവം ചെക്കൻ പക്ഷെ പാവോ. ഇറ്റ് ബിക്കം ക്രിഞ്ചോ. ക്രിഞ്ചോ ഡബ്ല്യൂ മോട്ടിവേഷൻ കേട്ടോ. അത് ഡബ്ല്യൂ മോട്ടിവേഷൻ കേട്ടോ. ഞാൻ കാര്യം പറയാല. എവറിത്തിങ് ഈസ് ക്രിഞ്ച് അണ്ടിൽ യു വിൻ. അത് നൈസൊരു മര്യാദയിലാണോ അത്? അല്ലെ ഒരു മോട്ടിവേറ്റിംഗ് സെന്റൻസ് ആലോ അത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പണ്ട് ശരിക്കും ക്രിഞ്ചിന്റെ അക്ഷരം ഇപ്പോഴും ക്രിഞ്ചെല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ എന്നാലും പണ്ടത്തെ വെച്ചോക്കും ക്രിഞ്ച് കുറവല്ലേ അല്ലേ? പണ്ട് ഫസ്റ്റത്തെ ടൈമിലുള്ള എന്റെ ലൈവ് സ്റ്റാർട്ടിങ് അല്ലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നതല്ലോ. ചുരുളി അപ്പൻ മുങ്ങിക്കോട്ടെ, അക്കടലിൽ മുങ്ങിക്കോട്ടെ, എന്നെ കൊണ്ട് അദ്രാനിക്ക് കളക്കും ഞാൻ. മോനു ആദില, നിങ്ങൾക്ക് ഇവിടെ വേറെ നിങ്ങൾ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ റൂമിലാറ്റോ പോയിക്കോ, അല്ല എന്റെ റൂമിൽ പോയിക്കോ, അല്ല അപ്പുറത്ത് ആടെ പോയി ഡിസ്കസ് ചെയ്ത് ഇവിടെ നമ്മൾ ഒരിക്കൽ ഇത് ചെയ്തോണ്ടിരിക്കുക, റിയാക്ട് ചെയ്തോണ്ടിരിക്കുക. മനസ്സിലാ? അതിന്റെ ഇടയില് ഓടണം ചാടണം. കേറും അതിൻ്റെ ഉള്ളിൽ കേറും. പോയിട്ടുണ്ടോ കടിച്ചിട്ടുണ്ടോ ചെറിയ പീസ്? പൂച്ചന്റെ വേൾഡ് എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ കയറി ഫുള്ളി ഇരുട്ടും. ഇവിടെ മാങ്ങയൊക്കെ ഉണ്ടല്ലോ. മാങ്ങ ഒരു നേന്ത്രക്കോല. ബിരിയാണി എത്രയാ? ബിരിയാണി 150. ഈ സങ്കട വീഡിയോസ് ഒന്നും ഇടല. ഞാൻ കാര്യം പറയട്ടെ, നമ്മ ഇവിടെ കോമഡി വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യാൻ നല്ല രസം. എന്തായിക്കോട്ടെ സങ്കട വീഡിയോസ് എല്ലാം ചേട്ടാ ഒന്നാർന്നോ അറിയാട്ടോ ചേട്ടാ? ശരി ചേട്ടാ. ഹലോ ചേട്ടൻ 1000 രൂപ അയച്ചിട്ടുണ്ടാ? പൈസ വന്നായിരുന്നോ? ആ അറിയാണ്ട് അയച്ചാ. ഇതാരാ? എനിക്കിത് നേരെ തിരിച്ചാണ്. എന്റെ ലൈഫിൽ ഇത് നേരെ തിരിച്ചാണ്. പണ്ട് എന്ന് പറഞ്ഞാ ഞാൻ ഷാനു എന്റെ അരിയനോടെ ഞാൻ പൈസ ചോദിക്കാം. പണ്ട് ഞാൻ പുറത്തു പോകുമ്പോ ഓന്റെ പേഴ്സണൽ ഞാൻ പൈസ എടുക്കാം. കാര്യല്ല ഓൻ തരും. ഞാൻ കാര്യം പറ്റേ, ഞാൻ സ്ട്രീം ചെയ്യുമ്പോല്ലോ എന്നെ എന്തെല്ലാം പറഞ്ഞാലും
എന്നെ കുറെ താറ്റ് എന്തിനാ ഈ കോമാളിയാകുന്നു, എന്തിനാ ഇങ്ങനെ നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കുന്ന മറ്റേ ഇവൻ എന്നെ കുറെ ഇതാക്കും. നമ്മളാകെ 2-3 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ, 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇവന് ഭയങ്കര നാണക്കാണ് ഞാൻ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഞാൻ ചോദിക്കുമ്പോൾ പൈസ തരുവാണ് ഇവൻ. ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് മൂഞ്ചുമ്പോൾ എൻ്റെ 10 പൈസ ഉണ്ടാവില്ലേ, ആ ഫുൾ ടൈം വീട്ടിലിരിക്കല്ലേ, ഇവൻ തരുവാടാ. ഇത് നേരെ തിരിച്ചാ, എല്ലാവരും ലൈഫിൽ ചേട്ടനായിരിക്കും പൈസ കൊടുക്കുക, എൻ്റെ ലൈഫിൽ എൻ്റെ അനിയനാണ് പൈസ തരല്. അതൊരു അങ്ങനത്തെ ഒരു കാര്യം. ഓൻ പണിക്ക് പോയിട്ട് എനിക്ക് പൈസ തരും. ആ സമയത്ത് അങ്ങനെ കാര്യം പറയാലോ മൊത്ത. ആദിൽ പാടണം, ആദിൽ പാടാനോ അതിലങ്ങനെ അതിൽ ഇതുവരെ പാടിയില്ലല്ലേ? അത്രയും ഉള്ള പാട്ടാന്നോ ഓർമ്മിക്കാണ്ടെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. അതിൽ പാടിയിരുന്നോ ചാ? കോൾ ബ്രോനാ? ഷാനെ വിളിക്കണോ? വിളിച്ചാലോ? കിട്ടൂല. വിളിച്ച ഓൻ ദുബൈയിലാടാ. വിളിച്ചാല് ബോട്ടിമിലെ വിളിക്കല് സാധാരണ. നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ, കിട്ടുമോന്നറിയില്ല. നമ്പർ ലീക്കാവൂടാ. എടുത്താ ക്യാബിള് താഴേന്ന് പയമ്പൂരിയായിട്ട് എടുത്ത് തരുന്നു. ഞാൻ ഒളിപ്പിച്ച് വെച്ചതാ. അവിടെ ഷാനിനെ വിളിക്കാം നിക്ക്. ഇല്ലടാ ഓന് ചിലപ്പോ തിരക്കായിരിക്കും. കോളിങ് ഓൺലൈൻ ഉണ്ടാവില്ലടാ. കോളിങ് കാണിക്കും, അല്ലെങ്കിൽ റിംഗിങ് കാണിക്കും. ഓൺലൈൻ ഉണ്ടെങ്കിൽ റിംഗിങ് കാണിക്കും. അതിൻ്റെ സ്ക്രീൻ കാണുന്നില്ലല്ലോ. ഓനൊന്ന് വാട്സാപ്പിലൊരു മെസ്സേജ് ആക്കട്ടെ. സ്ക്രീൻ കാണുന്നില്ലല്ലോ, നമ്പറൊന്നും കാണുന്നില്ലല്ലോ. നിൽക്കുന്നത് അനിയനെ വിളിക്കാം. ആ ഡബിൾ ടിക്കാലോ. നദി കണ്ണാടി പോലും വീഡിയോ കോൾ ചിലപ്പോ തിരക്കിലായിരിക്കണം. ഫ്രീ ആണെങ്കിൽ എന്ത് തിരക്ക് പോയട്ടാ. അവിടെ മണി എത്ര കാണും? 1 മണി. നമ്പർ ലീക്കോ? 7:30 7:10. അത് സ്റ്റിൽ ഓൺലൈനിലല്ലോ. കോളിംഗ് ബോട്ടിമിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ കോൾ പോയി അറിയാൻ പറ്റില്ല. ബോട്ടിം ആപ്ലിക്കേഷൻ എടുത്താൽ ചില സമയത്ത് റിംഗിങ് വരുള്ളൂ. പിന്നെ നാളെ വിളിക്കാം. ലീക്കായിട്ടുണ്ടോ? ചാറ്റ് ലീക്കായിരുന്നോ? യെസ് ഓർ ഒന്ന് ഉള്ളവരോ വെറുതെ ആൾക്കാരെ ഇടങ്ങാറാക്കല്ലേ പ്ലീസ്. സമാനത്തിലൂടെ ഒന്ന് സ്ട്രീം ചെയ്യുന്നല്ലേ, വെറുതെ ഇല്ലാത്ത പറയല്ല. ഇല്ലടാ ഓൺലൈനില്ല. നോ ലീക്കൊന്നും ആയിട്ടില്ല, എനിക്കറിയാം. വെറുതെ പിടിച്ചു പോയി. എടാ നാളെ വിളിക്കാം. ഓൻ എന്തെങ്കിലും തിരക്കിലായിരിക്കടാ. കത്തി തീരുമ്പോഴും മുതലാളിയോട് യാത്ര പറയാൻ മറന്നില്ല. മനസ്സിലായോ? അതായത് കത്തി തീരുമ്പോ ആ ഇത് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്കാന്നാടാ. നിങ്ങക്ക് മനസ്സിലാവില്ലടാ. ഇതൊരു ശരിക്കും ഒരു ഭയങ്കര ഒരു സാഡ് വീഡിയോ പോലെ. ഇത് നിങ്ങക്ക് കാണാൻ മനസ്സിലാവില്ല. ഗേൾസ് കാണാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഗേൾസ് പോടാ, ചില പെമ്പിള്ളേർക്ക് ഭയങ്കര ഇതാടാ. കാറിനോട് ഭയങ്കര കാർ ക്രേസുള്ള പെമ്പിള്ളേരുണ്ട്. മോനെ കാർ ക്രേസുള്ള ഒരു പെണ്ണിനെ കിട്ടുവാണെങ്കിൽ കണ്ണും മുട്ടി കെട്ടിക്കോ. കാര്യം പറയല. അങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടോ? അങ്ങനല്ല, നമ്മളെ ഓൾമോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും അവർക്ക്. ഓൾമോസ്റ്റ് നമ്മളെ അങ്ങനെ ആയിരിക്കും. എനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ കാർപ്പറേഷനുള്ള നമ്മളൊന്നും കണ്ടില്ല.
നീ എന്തിനാണ് മുടി വെട്ടാതെ ഇത് മറ്റേ പാട്ട് ഏത് പാട്ട് കല്ല കൊണ്ട് മറച്ചത് നീ കണ്ടിട്ടുണ്ടോ? നീ എന്തിനാണ് മുടി വെട്ടാതെ ഇങ്ങനെ നടക്കുന്നത്? കല്ല കൊണ്ട് മറച്ചത് പലത് കൊണക്കണ ചൊറുചിലര് മലനാട്ടില് പൊരുതണം മുതല് മനമത് തകരാതെ പൊരുത്. ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ ബോഡി ഷെയിം ആയിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല. എന്തൊരു അപരാധാണ് ഇപ്പൊ കേട്ടത്. പക്ഷെ അത് പറയണ്ട, വിട്ടേ പറയണ്ട. എന്തൊരു പ്ലീസ് സപ്പോർട്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാടം നിൽക്കുന്നത് ഞാനിരിക്കുന്നത് അണ്ണാക്കി തന്നില്ലടാ നാറി. കൊല്ലട്ടാ അതിന് ഞാന് കുട്ടു വളാ എടുക്കണേ കുട്ടു സോപ്പിടാൻ വരും നാറി. 2022 സത്യം പറയാൻ എനിക്ക് ഇപ്പോഴത്തെ തൊപ്പീനെ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഇപ്പോഴത്തെ തൊപ്പിയുടെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അവന്റെ തൊപ്പീനെ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഇപ്പോഴത്തെ തൊപ്പിയുടെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അവന്റെ ഇപ്പോഴത്തെ ആ ഒരു ഇത് ആ ഒരു ലൈവും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇതാരാ ഓരോ ദിവസം ഒരാൾ കേറി വരുന്നല്ലോടാ. ഇത് ആരാ? ഞാൻ പറയല ഐ എൻകറേജ് ഓൾ ദ ഞാൻ ഒരു കാര്യം പറയല, സ്ട്രീമേഴ്സിനെ ഇപ്പം പ്രോത്സാഹിപ്പിക്കും. കാരണം വെച്ചാൽ സ്ട്രീമേഴ്സ് ഇങ്ങനെ ഓരോ ദിവസം ഒരാൾ കൂടി വരുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത കുറെ ആൾക്കാർ, ഇൻഫോ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് സ്ട്രീമിങ്ങിലേക്ക് പോവാം. അവന്റെ ആ ഒരു ചേഞ്ച് 2025 ഇപ്പോഴത്തെ ആ ഒരു ചേഞ്ച് അത് ഭയങ്കര ചേഞ്ച് ആണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെയാണോ ഇപ്പൊ തോന്നിയേക്കുന്നത്? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം തന്നെയാണ്? ഇതാര് ചുപ്പിതാക്കുന്നടാ പാവടാ. എന്റെ ലൈവിലെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുന്നത് ഇങ്ങനെ കുറെ ആൾ കാണുന്നുണ്ടോ അല്ലേ? ഓ www. അത്ഭുതകരമായ ചില ശക്തികൾ എനിക്കുണ്ടെന്ന് എപ്പോൾ മനസ്സിലായി എന്നാൽ എന്നെ ഈ വാളകൾക്ക് ഈ വാക്ക് ഉച്ചരിച്ചപ്പോഴാണ് കോട്ടയുള്ള ശക്തികൾ. ആ ഒരു സമയം എന്ന് പറഞ്ഞ മോനെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ WRL എന്ന് വയ്ക്കുന്നുണ്ട്. അടിപൊളി. ആറാട്ടനെ ഇറങ്ങി പിന്നെയും നമുക്ക് ഡാൻസ് കളിക്കാനൊന്നും ആരും കിട്ടുന്നില്ലല്ലോടാ. ഇതെന്താ ആറാട്ടണ്ണന് വരെ കാണിക്കുന്നത്? ഇതുവരെ നമ്മളടുത്ത് വന്ന പെമ്പിള്ളേരൊന്നും ഡാൻസ് കളിക്കാൻ ഉള്ള ആരും വന്നിട്ടില്ലല്ലേ? എല്ലാം ഇൻട്രോവേർട്ട് ആൾക്കാരല്ലേ? അല്ലല്ല, വന്ന് മറ്റേ പെണ്ണ് എക്സ്ട്രോവേർട്ട് ആണല്ലോ. മറ്റേ പക്ഷെ മംഗലം കഴിക്കാൻ കൊള്ളാവുന്ന ഇൻട്രോവേർട്ട് പെമ്പിള്ളേരാ മോനെ. ആ കാര്യം പറയല, മംഗലം കഴിക്കാനാ ബെസ്റ്റ്.
പിന്നെ എന്തെല്ലാം സുഖം ഞങ്ങളെ ഗ്യാങ്ങിന്റെ ലൈവും പിന്നെ ഞങ്ങളെ ഗ്യാങ്ങും ഒക്കെ നൈസാണ്. ലൈവൊക്കെ ഞാൻ എന്തായാലും കാണാം. ഇന്നലെ ഒരു ലൈവിൽ വന്ന് പറഞ്ഞിരുന്നു ഗ്യാങ്ങിക്ക് ഒരാൾ എടുക്കുന്നുണ്ട്, എടുക്കാണെന്നൊക്കെ പറയണത്. ഇത്രയും ഇവൻ സംസാരിക്കുന്നതിന് അത്രയും സൗണ്ട് കുറച്ചിട്ടാണ് ഇവനെങ്ങനെ ഞാനില്ലേ ഗ്യാങ്ങിലേക്ക് എടുക്കുക? ഒരു ചാൻസ് എടാ നീ സംസാരിക്കുന്ന നിന്റെ സൗണ്ട് പോലെ നമുക്ക് കേൾക്കത്തില്ല മുത്തേ. ഇത് ഞാൻ വിചാരിച്ച രഹസ്യം പറയുന്ന ഞാൻ വിചാരിച്ച നമ്മള് ഗ്യാങ്ങിലേക്ക് അത്രയും 10th 10th മെമ്പർ എന്ന് പറഞ്ഞാൽ അത്രയും പവർ ഉള്ള ഒരാളെല്ലാം അത്രയും എനർജി ഉള്ള ഒരാൾ എടുക്കാൻ നമ്മൾ നിൽക്കുന്നത്. ഇത് നീ പറയുന്നത് തൊപ്പി ബ്രോ പ്ലീസ് എടുക്കണം. ആരെടുക്കണം ഏത് ആൾക്കാരെടുക്കണം എന്നൊക്കെ ബ്രോന്റെ ഇഷ്ടമാണ് പറയുന്നില്ല. എന്നാലും ഒരു ദിവസം ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ്. വിസിറ്റ് ചെയ്യാം ബ്രോ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ മെമ്പറായിട്ട് എടുക്കാൻ പറയരുത്. വിസിറ്റ് ചെയ്യാം. വാ ബ്രോ, വിളിച്ചിട്ട് വാ. റാംബോനെ ആരാന്ന് വെച്ചാൽ വിളിച്ചിട്ട് വാട്ടോ. ഞാനിപ്പോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അഭിപ്രായം ജസ്റ്റ് പറയും. ഓക്കെ, അഭിപ്രായം കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറയുന്നുണ്ട്. ഗ്യാങ്ങിലേക്ക് എടുക്കാൻ സോറി ബ്രോ, റിയലി സോറി. അതെന്താ എങ്ങനെ ഈ ഒരു എനർജി ലെവലുള്ള ഇവ സംസാരിക്കുന്നതിന് അത്രയും ലോയിലാണെടാ. ഡൈന ഗെയിമിങ് ഓ അതാണോ അവളെ പേര്? അത് വിടാ, ഞാൻ വെറുതെ ചോദിച്ചാ വേണ്ട. ആണോ മെസ്സേജ് അയക്കണോ? എന്ത് പോയാ തൊപ്പി ഒന്ന് നോക്കൂ. ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നത്. ഇത് ക്യാമറന്റെ ബാക്കിൽ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഏതോ ഇക്കാക്കയോ ആരോ പറഞ്ഞ് പിള്ളേരെ പറഞ്ഞ് ഇക്കാക്കായിരിക്കും പറഞ്ഞു പറയിപ്പിക്കുന്നത്. ഫസ്റ്റത്തോന് വലിയ കുഴപ്പമില്ല, രണ്ടാമത്തോൻ കറക്റ്റ് നോക്കിട്ട് ഇങ്ങനെയല്ല ഞാൻ പറയേണ്ടത്. അതായത് ഓനെ ഒറ്റ ഡയലോഗ് കൊടുത്തിട്ടുള്ളൂ. പഠിപ്പിച്ചോടുന്നു പക്ഷെ എന്നാലും കൊള്ളാം. This is my rap song Black. My name is Faris. Do this. അതായത് ഫാരിസ് ഒരു ട്രാപ്പ് സോങ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വളർന്നത്തുള്ള ഫാരിസ്, അത് പള്ളിന്റെ അടുള്ള തോട്ടിന്റെ ഇപ്പുറത്തുള്ള ഫാരിസ്. എന്റെ ഭാഗത്ത് എന്ത് തെറ്റ് എനിക്ക് നിറം വന്നതിനാൽ വെളുത്തവനും കറുത്തവനും ചുവന്നവനും പിറന്നതൊരു മൈനല്ലേ. മണ്ണിട് നീ എന്റെ മുഖത്ത് ഞാൻ കറുത്തവനായതിനാൽ. അതിനിവൻ കറുത്തവനല്ലല്ലോ. ഫാരിസ് വെളുത്തിട്ടല്ലേ ഫാരിസ് അങ്ങനെ കറുത്തവൻ എന്ന് പറയല്ലേ? ഇത് കൊറേ ആളിപ്പോ ജാതി കാർഡ് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലേ. കളർ കാർഡ് എന്താ പറയാ, സവർണക്കാടോ? എനിക്കിതുവരെ ലഭിച്ചില്ല ഒരു തരി സ്നേഹം. ഞാൻ കറുത്തവനായതിനാൽ മറയുകയോ ഒളിയുകയോ നീ തിരശീലകളുടെ പിന്നിൽ കരയുകയോ. ഇവനെങ്ങനെ കറുത്തവനാവും? ഇതിങ്ങനെ ആര് കാരണപ്പെട്ടെ ഇങ്ങനത്തെ വരികൾ? ലിറിക്സ് ബ്രോ, ലിറിക്സ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇത് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ എങ്ങനെ ഡബ്ല്യു വന്നാൽ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് സോങ് ലിറിക്സ് ബ്രോ. കാര്യം പറഞ്ഞത് ലിറിക്സ്. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനത്തെ കാർഡ് പിടിച്ച് വരുന്നുണ്ട്. അത് വളരെ മോശം. വേടം പണ്ടൊരു സാധനം അങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ കുറെ ഉണ്ട് ഇങ്ങനെ കാർഡ് പിടിച്ചിട്ട് വരുന്നുണ്ട്. മനസ്സിലാവും? കാർഡ് പിടിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ജാതി കാർഡ്, കളർ കാർഡ്, തലമുറ കാർഡ് ഉണ്ട്. അതായത് താഴ്ന്ന വർഗ്ഗക്കാരായത് ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ, നമ്മൾ താഴ്ന്ന അങ്ങനത്തെ സാധനമൊന്നുമില്ല. അങ്ങനത്തെ ഇപ്പൊ 90-99% ആൾക്കാർ അങ്ങനത്തെ ഒന്നും ചിന്തിക്കുന്ന പോലില്ല. ഓൻ ഇന്ന കളറ് അല്ലെങ്കിൽ ഇവന് ഇന്ന ഇതെന്നൊന്നും ആരും ചിന്തിക്കുന്ന പോലില്ല. വെറുതെ അതെല്ലാം വെറും മോശം. ഇതെന്താ അണ്ണാക്കോട്ടനാ? തൊപ്പി ബ്രോ എഡിറ്റ് റേറ്റ് സ്കോർ ചെയ്യേണ്ടവൻ മമ്മു മാത്രമായിരുന്നവരാണ്. കാര്യം സത്യം അത് കാര്യം പറയാം. മമ്മു പണിഷ്മെന്റ് പീരീഡിലല്ലായിരുന്നു. ഈ ബാബു വോയിസിൽ ഏറ്റവും ഡബിൾ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കഴിവുള്ള മമ്മുക്കാണ്. കാര്യമല്ല ഇങ്ങനത്തെ കാര്യത്തിലും മമ്മു അതിൻ്റെ ഒരാള്. ഷമീറിനൊന്നും ഇഷ്ടമല്ല, ഷമീറിനൊന്നും പിടിക്കുന്നില്ല. ഇന്നും മമ്മുവിന്റെ പോള് 73 75 ആയിട്ടില്ലല്ലേ? മമ്മു 75 ആണ്ട് മമ്മുവിനെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല ഗൈസ്. മമ്മു ഇല്ല ഒരിക്കൽ പോളട്ടെ. എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോ പോളിടാം. നാളെ പോളിടാം. ഓക്കെ, നൗഡേസ് തൊപ്പി ലൈവ് സ്ട്രീം. Desse jeito me entendeu, sendo amiga, rebolando na minha de
അനങ്ങാണ്ട് ഇരുന്നിട്ട് രോമാഞ്ചം എടുക്കുന്നല്ലാണ് ഉള്ളില്. നാണം കെട്ടവൻ. കാര്യം ഇത് ഇവൻ പൈസ കൊടുത്ത് ഇറപ്പിക്കുന്നത്, ഇവൻ പറഞ്ഞു ജയിപ്പിക്കുന്നത് കാര്യം പറയല. ഞാൻ സത്യമായിട്ട് കണ്ടിട്ട് പോലില്ല. ഉമ്മയാണ്. നിന്റെ ചേട്ടൻ എന്താ ചെയ്യുന്നത് നോക്കി. തൊപ്പീസ് ഫസ്റ്റ് അഡ്വർടൈസ്മെന്റോ? മോളു നിന്റെ ചേട്ടൻ എന്താ ചെയ്യുന്നത് നോക്കിയേ. അതിന്റെ മണം കേട്ടോ, രാജുമോൻ ഗ്യാസ് പിടിക്കുക. ധാരാളം ഇതെല്ലാം ഉണ്ടാക്കി വിടുന്നത്. നാണം കെടുത്തല്ലേ മനുഷ്യ. ഗ്യാസ് ഉള്ള പെർഫ്യൂമാണ് അടിക്കുന്നത്. പകുതിയിലധികവും അത് കാറ്റിൽ അലിഞ്ഞു പോകും. ഒരു കാര്യമില്ല. നേര് വളിവീരൻ തന്നെ. ഇതെല്ലാം പണ്ടത്തെ ആണ്. എന്താ മിസ്റ്റർ പോഞ്ചിക്കര ബൈ വൈൽഡ് സ്പെൽ സ്റ്റുഡിയോ. ഇതെല്ലാം എഡിറ്റ് വൈൽഡ് ഡോട്ട് സ്പെൽ അണ്ടർസ്കോർ സ്റ്റുഡിയോ ഡബിൾ എഡിറ്റ് ബ്രോ. ഡബിൾ എഡിറ്റ്. ഇങ്ങനെയുള്ള ക്ലിപ്പുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഡിസ്കോഡ് റിയാക്ട് ചെയ്യുന്നത്. മുത്തേ സീൻ ഡബ്ല്യു ക്ലിപ്പ് ബ്രോ. ഡബ്ല്യു ക്ലിപ്പ്. ഞാൻ കാര്യം പറയാം. ഡൈന ലൈവ് തുപ്പിന്നോ? എടാ ഓൾ ജസ്റ്റ് സാധാരണ